ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിനുസ് ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പഠിക്കുന്ന കുട്ടികളൊക്കെ പൊതുവേ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, ഒത്തിരി പഠിക്കുന്നുണ്ട് പക്ഷേ പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കാനുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതോടൊപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മെമ്മറി പവർ ഇംപ്രൂവ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ചില ടിപ്സ് എല്ലാം ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ തനിയെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. സോ എനിക്കത് വളരെ എഫക്റ്റീവായിട്ട് തോന്നി. അങ്ങനെയുള്ള കുറച്ച് നുറുങ്ങ് വിദ്യകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ദൃശ്യം 2 എന്ന സിനിമ നമ്മൾ എല്ലാവരും കണ്ടു കാണും അല്ലേ? ഇപ്പോൾ ദൃശ്യം 2 ഞങ്ങൾ കണ്ടിട്ടില്ല മിസ്സേ എന്ന് കമൻറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. ഏതെങ്കിലും ഒരു സിനിമയാകട്ടെ, ഞാനൊരു എക്സാമ്പിൾ എടുത്തതാണ്. ഇവിടെ രണ്ടാമത്തെ ഭാഗമാണ്. ഈ സെക്കൻഡ് പാർട്ട് കാണുമ്പോൾ പോലും ആദ്യത്തെ ഭാഗത്ത് സംഭവിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർമ്മയുണ്ടല്ലേ? ഓരോ സീൻ ബൈ സീനായിട്ട് ഈ ജോർജ് കുട്ടി എന്തൊക്കെയാണ് ആ ഫസ്റ്റ് പാർട്ടിൽ എന്തെല്ലാമാണ് ചെയ്തിരുന്നത് എല്ലാം നമുക്ക് ഓർമ്മയുണ്ട് അല്ലേ? ഇത് രണ്ടാമത് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇനൊരു വെബ് സീരീസ് കാണുകയാണെങ്കിലോ അവിടെയും കഴിഞ്ഞ പാർട്ടിൽ എന്തെല്ലാമാണ് കണ്ടതെന്ന് നമുക്ക് വളരെ നല്ല ഓർമ്മയാണ്. എന്നാൽ ഈ 6 വർഷം മുൻപ് ഇറങ്ങിയ സിനിമയുടെ കഥ നമുക്ക് ഓർമ്മയുണ്ട്. ഇന്നലെ പഠിച്ചിറങ്ങിയ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യങ്ങളൊന്നും നമുക്ക് ഓർമ്മയില്ല. അപ്പം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, പഠിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യത്തെ ഒരു പോയിന്റാണ് വിഷ്വലൈസ് ദ ഇൻഫർമേഷൻ. പണ്ട് മുതലേ നമ്മളോട് ടീച്ചേഴ്സ് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു സിനിമാ കഥ പോലെ കണ്ടു നോക്കൂ, നിങ്ങളുടെ മനസ്സിൽ പതിയുമല്ലോ എന്ന്. അതായത് സത്യമാണ് പറഞ്ഞത്. നമ്മുടെ ബ്രെയിൻ ഏറ്റവും നന്നായിട്ട് ഓർമ്മിക്കുന്നത് ചിലപ്പോൾ നമ്മൾ വായിക്കുന്നതിനേക്കാളും നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു നോവൽ വായിക്കുന്ന സമയത്ത് അവിടെ നടക്കുന്നത് എന്താ? ആ നോവലിലെ ക്യാരക്ടർ എന്തെല്ലാമാണ് ചെയ്യുന്നതെന്ന് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ കഥ നമ്മുടെ മനസ്സിൽ എപ്പോഴും പതിഞ്ഞു നിൽക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾ കെമിസ്ട്രി പഠിക്കുമ്പോഴാവട്ടെ, ഏതൊരു സബ്ജക്റ്റ് ആവട്ടെ, ആ സബ്ജക്റ്റ് ഒരു സ്റ്റോറി പോലെ ഓർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു സ്റ്റോറി പോലെ ആക്കി നമ്മുടെ മനസ്സിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോറി നമ്മുടെ മനസ്സിലുണ്ടാവും. ഇപ്പോൾ PSCക്ക് പഠിക്കുന്ന ചേട്ടന്മാരോ ചേച്ചിമാരൊക്കെ ഉള്ളവർക്ക് അറിയാം, അവർ ഓരോ കാര്യങ്ങളും ഇതുപോലെ എന്തെങ്കിലുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. എന്നാൽ മാത്രമേ ഈ പഠിച്ച കാര്യങ്ങൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നന്നായിട്ട് എഴുതാൻ സാധിക്കും. സിനിമാ കഥ പോലെ മനസ്സിലിങ്ങനെ മെമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓർക്കാൻ എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴും നമ്മുടെ മനസ്സിലൊരു സംശയമുണ്ട്, മാത്തമാറ്റിക്സ് അല്ലേ? കണക്കിൽ ഒത്തിരി ഇക്വേഷൻസ് ഉണ്ട്, ഇതെല്ലാം എങ്ങനെയാണ് ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുക? അപ്പം അതിനെ പറ്റി ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് വളരെ വൃത്തിയായി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ചാർട്ട് പേപ്പറിലോ മറ്റും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇക്വേഷൻസ് മാത്രമായിട്ട് എഴുതി വെക്കുക. നിങ്ങൾക്കറിയാം, ചാപ്റ്റർ 1 തുടങ്ങിയാണ് നിങ്ങൾ അങ്ങനെ ഇക്വേഷൻസ് എഴുതുന്നതെങ്കിൽ ചാപ്റ്റർ 1 ഇക്വേഷൻസ് എഴുതുക. പിന്നീട് ഓരോ ചാപ്റ്റർ പഠിക്കുന്നതനുസരിച്ച് ആ ചാപ്റ്ററിലെ ഇക്വേഷൻസ് ആ ചാർട്ട് പേപ്പറിലേക്ക് എഴുതി വെക്കുക. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുപോലെ നോട്ട്ബുക്കിൽ നമുക്ക് കുറിച്ച് വെക്കാവുന്നതാണ്. പക്ഷേ നോട്ട്ബുക്ക് എപ്പോഴും നമ്മൾ എടുത്തു നോക്കണമെന്നില്ല. അപ്പം നിങ്ങൾ പഠിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നിങ്ങളുടെ ആ റൂമിൽ ഈ ചാർട്ട് പേപ്പർ വലുതായി ഒട്ടിച്ചു വെക്കുകയോ എന്തെങ്കിലും ചെയ്യുക. അപ്പം അതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്, എല്ലാ ദിവസവും നിങ്ങൾ കാണുന്ന രീതിയിലായിരിക്കണം ഇങ്ങനെയുള്ളത് വെക്കേണ്ടത്. ഇങ്ങനെയുള്ള ഇക്വേഷൻസ് വെക്കുന്നത് പൊതുവെ കുട്ടികളുടെ റൂമിൽ അവരുടെ സൂപ്പർ സ്റ്റാർസിന്റെ ഫോട്ടോസൊക്കെ ആയിരിക്കും ഒട്ടിച്ചു വെക്കുക. അപ്പം അതിന് പകരമായിട്ട് ഇങ്ങനെയുള്ള ഇക്വേഷൻസ് നിങ്ങൾ ഒട്ടിച്ചു വെക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ ഇക്വേഷൻസ് കാണുകയാണ്. അപ്പോൾ കണ്ട് 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 നിങ്ങളുടെ മനസ്സിൽ ആ ഇക്വേഷൻസ് പതിയുകയാണ്. അതും ഒരു ഇമേജ് പോലെ നിങ്ങളുടെ മനസ്സിലിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇക്വേഷൻസ് എല്ലാ ദിവസവും വായിക്കുകയാണെങ്കിലോ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ ആ ഇക്വേഷൻ മറന്നു പോയില്ല. പരീക്ഷയുടെ സമയത്ത് ചില കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പറും ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയ രീതിയിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരാറില്ലേ? അതായത് ഒരു ഇമേജ് പോലെയാണ് അത് നിങ്ങളുടെ മനസ്സിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ആ ഇക്വേഷൻസ് എല്ലാം ഒരു ഇമേജ് പോലെ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ഇപ്പോൾ നമുക്കറിയാം, SSLCക്ക് അതുപോലെ +2 പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് ഒത്തിരി പഠിക്കാനുണ്ട്. അതുപോലെ ഇൻ്റഗ്രേഷൻ, ഡെറിവേഷൻ, ഇതുപോലെ ഒത്തിരി ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം മെമ്മറിയിൽ നിൽക്കണമെങ്കിൽ ഇങ്ങനെ ഒരു മെത്തേഡ് പരിശീലിച്ച് നോക്കും, നിങ്ങൾക്ക് എന്തായാലും അത് ഉപകാരപ്പെടും. അടുത്തൊരു കാര്യമാണ് ഫോക്കസ് യുവർ അറ്റൻഷൻ, അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കണമെന്ന് പറയും. ഇവിടെ ഈ ഒരു കുട്ടിയുടെ ചിത്രം നോക്കൂ. ക്ലാസ്സിൽ വളരെ നന്നായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് നോട്ട് എഴുതുന്ന ഒരു കുട്ടിയുടെ പടമാണിത്. നിങ്ങളിൽ ചിലരെങ്കിലും ഇങ്ങനെയായിരിക്കും. അതായത് നിങ്ങൾ എന്ന വ്യക്തി ചിലപ്പോൾ ക്ലാസ്സിൽ ഉണ്ടായിരിക്കാം, ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. പഠിപ്പിക്കുന്ന ടീച്ചറിന് പോലും മനസ്സിലാക്കാൻ പറ്റില്ല നിങ്ങൾ ക്ലാസ്സിലില്ല എന്ന്. കാരണം നിങ്ങളുടെ മനസ്സ് വേറെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും. ഇങ്ങനെ നിൽക്കുന്ന, വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പോൾ ചില ടീച്ചേഴ്സ് പഠിക്കുന്നുണ്ടാകും എന്ന് വിചാരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാതെ വിടാറുണ്ട്, സ്കിപ്പ് ചെയ്യാറുണ്ട്.
അല്ല എങ്കിൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് പുള്ളി എഴുന്നേപ്പിച്ച് നിർത്തുമ്പോഴായിരിക്കും അറിയുന്നത് ആൾ ക്ലാസ്സിൽ എങ്ങുമില്ല, മറ്റെവിടെയോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, പഠിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് പഠിക്കുന്ന സ്ഥലത്തായിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇപ്പോൾ ചെറിയൊരു ഇൻസിഡന്റ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ടീച്ചർ വളരെ നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. പക്ഷേ ആ ക്ലാസ്സിന്റെ പ്രത്യേകത, മിസ് ക്ലാസ് എടുക്കുന്നത് ഒരു താരാട്ട് പാട്ട് പാടുന്നത് പോലെയാണ്. മിസ്സിന്റെ ക്ലാസ് കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാവരും ഉറങ്ങിയിരിക്കും. ആ കൂട്ടത്തിൽ ഒരാൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം ഞങ്ങളെല്ലാം രസിപ്പിച്ചതാണ്. അതായത് ഇവൾ ബുക്ക് എടുക്കുന്ന എന്ന പോലെ ബാഗിൽ നിന്ന് ബോട്ടിലിൽ നിന്ന് വാട്ടർ എടുക്കുന്നു, അതിനുശേഷം ഓരോ തുള്ളി വീതം അവളുടെ കണ്ണിലേക്ക് സ്പ്രേ ചെയ്യുന്നു. ശരിക്കും ഈ ഒരു ഇൻസിഡന്റ് കാണുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ഞങ്ങൾക്കെല്ലാം ചിരി വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇവൾ ഈ കാണിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ ഉറക്കം പോകുന്നുണ്ട്. ഞങ്ങൾക്കൊരു എന്റർടൈൻമെന്റ് ആണ് എല്ലാ ഹിസ്റ്ററിയുടെ ക്ലാസ്സിലും ഇവൾ ഇത് ചെയ്യുന്നത് കാണാൻ. അതായത് അവൾക്ക് ക്ലാസ്സിലിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ക്ലാസ്സിൽ ഒരു രക്ഷയില്ല, നമ്മൾ ഉറങ്ങിപ്പോകുന്നു. അപ്പോൾ ഉറങ്ങാതിരിക്കാനുള്ള മാർഗ്ഗമാണ്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ക്ലാസ്സിൽ ഉറങ്ങിപ്പോകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ അറ്റൻഷൻ നഷ്ടപ്പെടുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒന്ന് നുള്ളി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നവരുണ്ടാവും. ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒന്ന് നുള്ളി നോക്കണേ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പിച്ചണേ എന്ന് പറയുന്ന കുട്ടികളുണ്ട്. കാരണം എന്താ, അവർക്ക് ക്ലാസ്സിൽ അറ്റൻഷൻ കിട്ടുന്നില്ല. അല്ല എങ്കിൽ നിങ്ങളെ ഫോക്കസ് തിരിക്കുന്ന എന്തെങ്കിലും ആവട്ടെ, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളാവട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെക്കുക. കാരണം പഠിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് നിങ്ങളുടെ അറ്റൻഷൻ പൂർണ്ണമായിട്ട് നൽകാനായിട്ട് ശ്രമിക്കുക. അടുത്തത് റീവിസിറ്റ് ദ മെറ്റീരിയൽ, അതായത് റിവൈസ് ചെയ്യുക. അപ്പോൾ റിവിഷൻ ഒന്നും നടത്തിയില്ല അല്ലെങ്കിൽ പഠിച്ചിട്ടില്ല എങ്കിൽ പഠിക്കുന്നതിൻ്റെ തലേ ദിവസം ഇതായിരിക്കും നമ്മുടെ അവസ്ഥ. അതായത് ബുക്ക് തുറന്നാൽ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ റിവിഷൻ എന്ന് കേൾക്കുമ്പോൾ പേടിക്കുന്ന ആൾക്കാരും റിവിഷൻ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, റിവിഷൻ നന്നായിട്ട് ഇഷ്ടപ്പെടുക. അതായത് പഠിച്ച കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ആദ്യത്തെ പ്രാവശ്യം റിവൈസ് ചെയ്യുമ്പോൾ എല്ലാ പോയിന്റ്സും നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ടാവും. തൊട്ടടുത്ത പ്രാവശ്യം ഒരു 1-2 ആഴ്ചയ്ക്ക് ശേഷം പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ ചില പോയിന്റ്സ് ഒക്കെ നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതൊന്നുകൂടി പഠിക്കുന്നു. വളരെ നല്ലൊരു മെത്തേഡാണ്. കാരണം പഠിക്കുന്ന കാര്യങ്ങൾ ഇടയ്ക്കിടെ കൃത്യമായ ഇടവേളകളിൽ റിവിഷൻ നടത്തിക്കൊണ്ടിരുന്നാൽ പരീക്ഷയുടെ തലേ ദിവസം നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. കാരണം പഠിച്ച കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് ഓർമ്മയിലേക്ക് വരുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി എങ്ങനെ പഠിക്കാം എന്നുള്ള കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ചെറിയ ചെറിയ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ നോട്ട്സ് ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള നോട്ട്സ് വെച്ച് റിവിഷൻ നടത്തുന്നതും വളരെ എഫക്റ്റീവ് ആയിരിക്കും. പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മെമ്മറിയിൽ തന്നെ പതിഞ്ഞിരിക്കുന്നതിനായിട്ട്. അടുത്തത്, റിലേറ്റ് ന്യൂ ഇൻഫോർമേഷൻ ടു ദ തിങ്സ് യു ഓൾറെഡി നോ. ഏതെങ്കിലും ഒരു പുതിയ തിയറം നമുക്ക് പഠിക്കണം, പക്ഷെ അത് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എത്ര പഠിച്ചിട്ടും നമ്മുടെ ഓർമ്മയിൽ അതിരിക്കുന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പഠിച്ച നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു കാര്യവുമായിട്ട് ഇത് കണക്ട് ചെയ്ത് പഠിക്കുക. ഫോർ എക്സാമ്പിൾ, ആദ്യം നമ്മൾ പഠിച്ചത് നമുക്കറിയാവുന്ന ഒരു തിയറം, ആ തിയറത്തിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെയാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ നടക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ പുതിയൊരു കാര്യം നമുക്ക് പഠിക്കാൻ പറ്റും. കാരണം എന്താ, ആദ്യം പഠിച്ച കാര്യങ്ങൾ അതിൻ്റെ ഡെഫിനേഷൻ എല്ലാം നമ്മുടെ മനസ്സിലുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ആദ്യം പഠിച്ച കാര്യവുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലുള്ള ഏതെങ്കിലും ഒരു കാര്യവുമായിട്ട് പുതിയൊരു കാര്യത്തെ റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ അത് ഓർത്തിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഉറക്കെ വായിച്ചു പഠിക്കുന്നത് വളരെ നല്ലൊരു ശീലമാണ്. ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് ഇങ്ങനെ ഉറക്കെ വായിച്ചു പഠിക്കുന്നത് നമ്മുടെ മെമ്മറിയെ പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുമെന്നാണ്. അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ മറ്റു കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പം അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, അതൊരു റിവിഷൻ തന്നെയാണ്. അതായത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒരാളെ പഠിപ്പിച്ചു കൊടുക്കുന്നു, അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന സംശയങ്ങൾക്കും നിങ്ങൾ ഉത്തരം പറയേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ വീണ്ടും ഒന്നുകൂടി പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് പതിയുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. അടുത്തൊരു മെത്തേഡാണ് പഠിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് പഠിക്കുക. ഓക്കെ, എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അവൾ പഠിക്കുന്നത് ഇങ്ങനെയായിരുന്നു. അതായത് പഠിച്ച കാര്യങ്ങൾ, ക്ലാസ്സിലെടുത്ത കാര്യങ്ങൾ വീട്ടിൽ വരുമ്പോൾ പഠിക്കുന്നത് ഒരു ടീച്ചർ പഠിപ്പിക്കുന്ന പോലെ. അവൾ അതായത് പുള്ളിക്കാരത്തെ ഒരു ടീച്ചറായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. പഠിപ്പിച്ച തിയറംസ് ആവട്ടെ, മുമ്പിൽ സ്റ്റുഡൻസ് ഒന്നുമില്ല എങ്കിൽ കൂടി അവളൊരു ടീച്ചറാണ്, കുട്ടികളെ ഇത് മനസ്സിലായോ അല്ലെങ്കിൽ ഇതാണ് കേട്ടോ ഈ തിയറം, ആ ഒരു രീതിയിൽ അവരെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന രീതിയിലാണ് അവൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതായത് പഠനം ചുമ്മാ വായിച്ചുകൊണ്ടിരിക്കാതെ വായിക്കുന്ന കാര്യത്തിലേക്ക് ഒരു ആക്ടിവിറ്റി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈകൾ ഉപയോഗിച്ച് ഒരുപാട് ആക്ഷൻസ് ഒക്കെ കാണിച്ച് പഠിക്കുന്നു.
അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ ചില മെത്തേഡ്സ് ഉപയോഗിച്ച് പഠിക്കുന്നു. അപ്പം ഇങ്ങനെ പഠിക്കുമ്പോൾ ഇതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിലേക്ക് അത് കൂടുതൽ കാലം പതിഞ്ഞിരിക്കും, അല്ലെങ്കിൽ ബ്രെയിൻ അത് ഒത്തിരി കാലം ഓർത്തിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തൊരു കാര്യം, യൂട്ടിലൈസ് ന്യൂമോണിക് ഡിവൈസസ്. ഇപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ വളരെ ബുദ്ധിമുട്ടേറിയ ടെക്നിക്കൊന്നുമല്ല. അതായത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സിനിമ പാട്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമഡി സീക്വൻസ് ആവാം, അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തൊന്ന് പഠിക്കുക. ഉദാഹരണത്തിന് ഞാൻ പണ്ട് പഠിച്ചിരുന്ന ഒരു ടെക്നിക്കാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സ്റ്റീൽ ട്രാൻസിഷൻ മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, അത് പഠിക്കുന്നതിന് വേണ്ടി അന്ന് ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന ടെക്നിക്കാണിത്. സ്കൂൾ ടൈമിൽ വിക്രമൻ ഫീസ് കൊടുക്കാൻ നിൽക്കുന്നു. അതായത് സ്കൂൾ ടൈമിൽ എന്ന് പറയുമ്പോൾ സ്കാൻഡിയം, ടൈറ്റാനിയം, ദെൻ വിക്രമൻ, വി ഫോർ വെനേഡിയം, ക്രാബ് ഫോർ ക്രോമിയം, ആൻഡ് മെൻ ഫോർ മാംഗനീസ്, ദെൻ അയൺ ഫീസ് Fe. അപ്പം അതിനു വേണ്ടി അയൺ Fe ഫീസ്, ദെൻ കൊടുക്കാൻ കൊബാൾട്ട്, നിക്കൽ, ദെൻ നിൽക്കുന്നു, അതിൽ നിന്നാണ് നിക്കൽ, കോപ്പർ, സിങ്ക് എന്നുള്ളത് കാണാതെ പിടിക്കുന്നു. ഈ മെറ്റൽസിന്റെ പേര് അല്ലെങ്കിൽ ഈ എലമെന്റ്സിന്റെ പേര് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് ഒത്തിരി എലമെന്റ്സ് നമ്മൾ പഠിച്ചു, ഇതൊന്നും എൻ്റെ ഓർമ്മയിലില്ല. പക്ഷേ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് പഠിച്ച ഈ ഒരു കാര്യം ഇത്ര വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മനസ്സിലിരിക്കുന്നു. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. അപ്പോൾ അതുപോലെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ചില പാട്ടുകൾ ഉപയോഗിച്ച്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വൊവൽസ് പഠിക്കുന്ന കുട്ടിക്ക് ലാലേട്ടൻ എ ഓട്ടോ എന്ന ലാലേട്ടൻ മൂവിയിലെ AEIOU എന്നൊരു സോങ് പ്ലേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് അവൻ്റെ മനസ്സിൽ എന്നും നിലനിൽക്കും. കാരണം അവൻ പഠിക്കുന്നത് എന്ത് കേട്ടിട്ടാണ്? ആ പാട്ട് കേട്ടിട്ടാണ്. അപ്പോൾ അതുപോലെ നിങ്ങളുടേതായ രീതിയിൽ ചില നുറുങ്ങു വിദ്യകൾ അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ ചില ഇക്വേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഇതുപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ എന്നും നമ്മുടെ ഓർമ്മയിൽ അത് നിലനിൽക്കുന്നതാണ്. അതൊരിക്കലും മറന്നു പോവാതിരിക്കുന്നതാണ്. അടുത്തതാണ് ഗെറ്റ് സം സ്ലീപ്പ്. നല്ലൊരു ഉറക്കം ലഭിക്കുക. അതായത് പഠനത്തോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മിനിമം 8 മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം, അല്ലേ? അല്ലെങ്കിൽ ഒരു 4 മണി തുടങ്ങി അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ പഠനം ചിലപ്പോൾ പരീക്ഷകൾ അടുക്കും തോറും നമ്മൾ ഉറക്കത്തിൻ്റെ ഇടവേളകൾ കുറക്കാറുണ്ട്, അല്ലെ? ഉറങ്ങുന്ന സമയം നമ്മൾ കുറക്കാറുണ്ട്. മാക്സിമം അങ്ങനെ ചെയ്യാതിരിക്കുക. നന്നായിട്ട് ഉറങ്ങുമ്പോഴാണ് പിറ്റേ ദിവസത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ഉന്മേഷം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നല്ല ഭക്ഷണം കഴിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇപ്പം ഇതെല്ലാം നമ്മുടെ ബ്രെയിനിനെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മുടെ ഉറക്കത്തെ. ഇതെല്ലാം നമ്മുടെ ബ്രെയിനിനെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മുടെ മെമ്മറി പവറിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ടിപ്സാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറക്കണ്ട, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ കുറച്ച് ടിപ്സ് ഉണ്ടാവും പഠിക്കാനായിട്ട്. അതായത് ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇംഗ്ലീഷിലുള്ള മെത്തേഡ്സ് ആയിരിക്കാം നിങ്ങൾ ഉപയോഗിക്കുന്നത്, മലയാളം പാട്ടുകളായിരിക്കാം, നിങ്ങൾക്ക് അങ്ങനെയുള്ള മെത്തേഡ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള മെത്തേഡ്സ് ഉണ്ടെങ്കിൽ, കോമൺ ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ടെങ്കിൽ താഴെ ഇതുപോലെ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്കും അത് ഉപകാരപ്പെടും. അതുപോലെ തന്നെ അത് കാണുന്ന മറ്റു കൂട്ടുകാർക്കും ഇങ്ങനെയുള്ള കമൻറ്റ്സ് ഉപകാരപ്പെടും. അതോടൊപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്